കൂട്ടുകാരെ, അപ്പോൾ നമ്മളിന്ന് ഓണമായിട്ട് നാട്ടിൽ പോകാനുള്ള പൈസയൊക്കെ ATM-ൽ നിന്ന് എടുത്തിട്ട് പോകാം. അങ്ങനെ നമ്മൾ ശക്തനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആഹാ, ഫ്രണ്ടിൽ പോലീസ് എസ്കോർട്ട് ഉണ്ടല്ലോ. നമ്മൾ VVIP പോലീസ് എസ്കോർട്ടോടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. പറഞ്ഞാട്ടോ, അവരവിടെ നിന്ന് തിരിഞ്ഞു പോകുന്നതാണ്. ഇന്ന് തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷേ തിരക്കൊന്നുമില്ല. നല്ല ശാന്തമായ അന്തരീക്ഷമാണ്. നമ്മൾ ബസ്സിനാണ് പോകുന്നത്. നമ്മുടെ വണ്ടി കൊണ്ട് തൃശ്ശൂർ പാർക്കിങ്ങിൽ വെച്ചിട്ട് നമ്മളവിടെ നിന്ന് KSRTC ബസ്സിനാണ് കേട്ടോ പോകുന്നത്. നമ്മളെ വണ്ടി കൊണ്ട് പാർക്കിങ്ങിലേക്ക് കൊണ്ടുപോയി വയ്ക്കാം. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്കിങ്ങിൽ വെച്ച് സ്റ്റാൻഡിൽ വന്നു. നമുക്ക് നാട്ടിലോട്ട് പോകാനുള്ള ബസ് എത്തിയിട്ടില്ല. ബസ് നോക്കി നിൽക്കാം. ഇതാ നമുക്ക് പോകാനുള്ള തൊടുപുഴ ബസ് എത്തിയിട്ടുണ്ട്. തിരക്കൊന്നുമില്ല, ആവശ്യത്തിന് സീറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ബസ്സിൽ കയറി സീറ്റ് പിടിക്കാം. ബസ് വന്നതേ ഉള്ളായിരുന്നേ, അതുകൊണ്ട് സീറ്റൊക്കെ ഉണ്ട്. നമ്മൾ സീറ്റൊക്കെ പിടിച്ച് കയറിയപ്പോൾ തിരക്കൊക്കെ കുറവാണേ. എനിക്ക് ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടി. പുറകിലൊക്കെ ആരോ ഉണ്ട് ഇപ്പോൾ. ഇന്ന് വഴിയിൽ ബ്ലോക്കൊന്നുമില്ല. കുറേ നാൾ കൂടിയിട്ട് ബ്ലോക്കില്ലാതെ ഒന്ന് യാത്ര ചെയ്യാൻ പറ്റിയിട്ട്. അല്ലെങ്കിൽ എന്നും നമ്മുടെ മണ്ണുത്തി എടപ്പള്ളി ദേശീയപാതയിൽ എന്നും ബ്ലോക്കായിരുന്നു. ഇപ്പം നിലവിൽ ബ്ലോക്കൊന്നുമില്ല കേട്ടോ. നല്ല സുഖമായിട്ട് പോരാൻ പറ്റി. കാലടിയിലെത്തുമ്പം നമ്മൾ ഇങ്ങോട്ടൊന്ന് നോക്കും. നമ്മൾ ശ്രീശങ്കര സ്മൃതി മണ്ഡപമാണേ കാലടിയിലുള്ള. നമ്മൾ പണ്ട് സ്കൂളിൽ നിന്നൊക്കെ ഇവിടെ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കാലടി പാലത്തിലെത്തിയിട്ട്. എന്നും കാലടി പാലത്തിൽ ബ്ലോക്കുള്ളതാണ്. ഇന്ന് കാലടി പാലത്തിൽ ബ്ലോക്കില്ല. പെരിയാറൊക്കെ ഇങ്ങനെ വിശാലമായി കിടക്കുന്നു. അങ്ങ് ദൂരെ മലയാറ്റൂർ മലയൊക്കെ നമുക്ക് കാണാം. ഇത് മൂവാറ്റുപുഴയ്ക്കടുത്ത് തൃക്കളത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരിടത്ത് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. നല്ല രസമാണ്. അങ്ങനെ മൃഗങ്ങൾ, പക്ഷികൾ, ആന, കാട്ടുപോത്തൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മൂവാറ്റുപുഴ എത്തി. പുറകിൽ കാണുന്നത് ഞാൻ പഠിച്ച കോളേജാണ് കേട്ടോ. നമ്മൾ പഠിച്ച കോളേജിന് സ്കൂളിനൊക്കെ മുന്നിലൂടെ പോകുമ്പോൾ നമ്മളൊന്ന് നോക്കുമല്ലേ, അതുപോലെ ഞാനും ഒന്ന് നോക്കിട്ടോ. അങ്ങനെ നമ്മൾ തൊടുപുഴയിലെത്തി കേട്ടോ. തൃശ്ശൂരിൽ നിന്നും പുറപ്പെട്ട യാത്ര തൊടുപുഴയിലെത്തി. ഇതാണ് ഞങ്ങളുടെ തൊടുപുഴ. തൊടുപുഴയിൽ ഓരോ ദിവസവും ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഇന്ന് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന കാഴ്ചയായിരിക്കില്ല. ഇനി കുറേ നാൾ കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ചിലപ്പോൾ വരും. ഈ കാണുന്ന വഴി കൂടെ ആണ് കേട്ടോ എൻ്റെ അമ്മയുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയേ. അമ്മ വീട്ടിൽ പോകുന്ന വഴിയാണത്. അങ്ങനെ നമ്മുടെ തൊടുപുഴയുടെ വെള്ളിയരഞ്ഞാണ് തൊടുപുഴയാർ. തൊടുപുഴ നഗരത്തെ തഴുകിത്തലോടി കടന്നു പോകുന്ന തൊടുപുഴയാറാണ് കേട്ടോ. നമ്മൾ തൊടുപുഴയാറിൻ്റെ തീരത്താണ് നമ്മുടെ KSRTC ഡിപ്പോ. നമ്മൾ തൊടുപുഴയിലെത്തി. ഇത് ഞാൻ മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥലമാണ് കേട്ടോ, മോർ സൂപ്പർ മാർക്കറ്റ്. ഞാൻ തൊടുപുഴയ്ക്ക് വരുമ്പോൾ ഇവിടെ കയറൂട്ടോ, എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ മോള് ശർക്കര വരട്ടിയും ചിപ്സും മേടിക്കാൻ പറഞ്ഞുകൊണ്ട് കയറിയതാണേ.
അങ്ങനെ ചേച്ചിമാരൊക്കെ കാണുമെന്ന് വിചാരിച്ചാട്ടോ വന്നേ. ചേച്ചിമാരില്ല, വിനോദിനി ചേച്ചിയും വേറൊരു ചേച്ചി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇതാ അവിടെ നിന്ന് സാധനമൊക്കെ മേടിച്ചിട്ട് ഇനി വീട്ടിലോട്ട് പോകാനുള്ള ബസ് നോക്കി ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അതാ എനിക്ക് ബസ് കിട്ടി. ചെറിയൊരു മഴയൊക്കെ ചാറിയിട്ടോ. അങ്ങനെ ഞാൻ ബസ്സൊക്കെ ഇറങ്ങി. ഇത് കാണുന്നതാണ് കേട്ടോ മലങ്കര റബ്ബർ ഫാക്ടറി. അവിടെയാണ് ഞാൻ ബസ് ഇറങ്ങിയത്. ചെറിയൊരു മഴ പെയ്യുന്നുണ്ടായിരുന്നു അന്നേരം. ഇതുവഴി ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇതുവഴി വരാൻ ഒരു കാരണമുണ്ട്. ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കനാൽ റോഡാണ്. ഈ റോഡിലൂടെ പോയാൽ എൻ്റെ വീട്ടിലും എത്താം. വെള്ളച്ചാട്ടമൊക്കെ അതിമനോഹരമായ നമ്മുടെ അരുവിക്കുത്ത് വാട്ടർഫാൾസൊക്കെ കണ്ട് പോവാം. കനാലിൽ വെള്ളം കുറവാണ് കേട്ടോ. ഈ താഴെ കാണുന്ന ഇത് നമ്മുടെ ഹില്ലി അക്വ കുടിവെള്ള ഫാക്ടറിയാണ് കേട്ടോ. ഹില്ലി അക്വയുടെ കുടിവെള്ള ഫാക്ടറിയാണ്. ഇതാ വഴിയിലിങ്ങനെ ഇല്ലിക്കാടുകളൊക്കെ ഉണ്ട് കേട്ടോ. നേരത്തെ ഇതിൻ്റെ അറ്റൊക്കെ ഇങ്ങനെ വഴിയിലോട്ട് നിൽക്കുമായിരുന്നേ. ഇല്ലിമളം കാടുകളിൽ ലല്ലലം പാടി വരും തെന്നലേ തെന്നലേ വള്ളികളിൽ ഉയരാടും. ബാക്കി എനിക്കറിയത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടം. ഇതാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലെ അരുവിക്കുത്ത് വെള്ളച്ചാട്ടം. ഒരുപാട് മലയാള സിനിമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മേരിക്കുണ്ടൊരു കുഞ്ഞാട്, വെള്ളിമൂങ്ങ, അങ്ങനെ കുറേ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സിനിമാക്കാരുടെ ഒരു ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ വെള്ളച്ചാട്ടമേ. പിന്നെ ഇതൊരു അപകടം പിടിച്ച സ്ഥലം കൂടിയാണ് കേട്ടോ. പരിചയമില്ലാത്തവർ ഇവിടെ വെള്ളത്തിലോ പാറയിലൊന്നും ഇറങ്ങാൻ നിൽക്കരുത്. ഇവിടെയൊക്കെ നിറയെ പാറയിൽ കുഴികളുണ്ട്. അപ്പം അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. കുറച്ച് നാൾ മുന്നേ 2 കോളേജ് പിള്ളേർ ഇവിടെ മരിച്ച ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. അപ്പം അപകടം കൂടി പതിയിരിക്കുന്നൊരു വെള്ളച്ചാട്ടമാണേ. ഞങ്ങൾ പണ്ട് ഇവിടെയൊക്കെ വരുമായിരുന്നേ, പിള്ളേർ സെറ്റെല്ലാം കൂടിയൊക്കെ. നമ്മൾ പാറയിലൊക്കെ വന്ന് അവിടെ ഇരുന്ന് കുളിക്കുകയും കഴിഞ്ഞിട്ടൊക്കെ ആയിരുന്നു പോകുന്നത് കേട്ടോ. നല്ല മനോഹരമായൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും സുന്ദരമായൊരു വെള്ളച്ചാട്ടം. ഇന്ന് അവധി ദിവസമായതുകൊണ്ട് വെള്ളച്ചാട്ടം കാണാൻ വന്നവരാണ് അവരൊക്കെ. ഇത് ഇവിടെ ബൈക്കൊക്കെ പോകുന്നതുകൊണ്ട് അതിനുള്ള വീതി മാത്രം കോൺക്രീറ്റ് ചെയ്തിട്ടേക്കുന്ന കേട്ടോ. എൻ്റെ അനിയനൊക്കെ ഇതിലാണ് ബൈക്കും കൊണ്ട് പോകുന്നത്. ഈ വഴി ഇങ്ങനെ കയറി വരുന്ന മലങ്കര എസ്റ്റേറ്റിലേക്കാണ് കേട്ടോ. ഗേറ്റൊക്കെ ഇട്ട് അടച്ചേക്കുവാണ്. മലങ്കര എസ്റ്റേറ്റാണ്. ഇവിടെ വച്ചൊക്കെയാണ് കേട്ടോ നമ്മുടെ മേരിക്കുണ്ടൊരു കുഞ്ഞാട് ആ സിനിമയിൽ ഒക്കെ ഷൂട്ട് ചെയ്തത്. ഫുള്ള് റബ്ബറും തോട്ടമാണ് കേട്ടോ. ഇനി വീടെത്തുമ്പോൾ റബ്ബറും തോട്ടമാണേ. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് നടക്കുകയാണ്. മടുത്തോട്ടോ ശരിക്കും പറഞ്ഞാൽ. താഴെ കൂടെയാണേ നമ്മൾ കണ്ട വെള്ളച്ചാട്ടം ഒഴുകുന്നത് കേട്ടോ. അതിൽ ഇറങ്ങി പോകാൻ വഴിയുണ്ട്, പക്ഷേ കാടൊക്കെ പിടിച്ച് കിടക്കുന്നതുകൊണ്ട് എനിക്ക് പോകാൻ പേടിയാണ്. താഴെ കൂടെ വെള്ളം തോടായിട്ട് ഒഴുകി പോകുന്നു. അങ്ങോട്ട് പോകാൻ വഴിയുണ്ട്, പക്ഷേ ഇറങ്ങിപ്പോകാൻ എനിക്ക് പേടിയാണ്. അങ്ങനെ ഞാൻ പോകുന്നില്ല. ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഇതുവഴി വന്നാണേ. അല്ലെങ്കിൽ ഞാൻ ഇനി വീട്ടിൽ ചെന്നിട്ട് തിരിച്ചിറങ്ങി വന്നെ.
ഭയങ്കര പാടാണ്. മലയിൽ കയറി പോയിട്ട് ഇറങ്ങി വരണമെങ്കിൽ ബുദ്ധിമുട്ടാവും. കൊണ്ട് ഇപ്പോൾ പോയ വഴിക്ക് അങ്ങ് എടുത്തിട്ട് പോകാമെന്ന് വെച്ചു. ഇന്നുള്ളിൽ മഴയൊന്നുമില്ല കേട്ടോ. അപ്പം എങ്ങനെയുണ്ട്, എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചോ? എനിക്ക് കൊല്ലം ഓണം ഇല്ല. നമ്മുടെ അമ്മാവൻ്റെ മോൻ മരിച്ചു പോയതുകൊണ്ട് ഓണാഘോഷമൊന്നുമില്ല. എന്നാലും വീട്ടിലൊന്ന് ചെന്ന് തല കാണിക്കണ്ടേ, അതിന് വന്നതാണ് കേട്ടോ. അയ്യോ, അപ്പോൾ ഇതാണ് കേട്ടോ വീട്ടിലേക്ക് പോകുന്ന വഴിയേ. വേറെ ടൗണിൽ നിന്നുള്ള വേറൊരു വഴിയുണ്ട് കേട്ടോ. ഇതാ ഈ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ മമ്മൂക്കാൻ്റെ പരോൾ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു ഭാഗം ഷൂട്ട് ചെയ്തത് കേട്ടോ. ഇവിടെ വെച്ചാണ് ആ സീൻ ഷൂട്ട് ചെയ്തേക്കണേ. ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് സ്ഥലം അറിയായിരിക്കും. ഞാനും സിനിമ കണ്ടപ്പോഴാണ് കേട്ടോ ഈ സ്ഥലത്ത് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞത് കേട്ടോ. ഇതിലൂടെ ഒരു കൈത്തോട് പോകുന്നുണ്ടേ. പണ്ട് ഞങ്ങളിങ്ങനെ കൈത്തോട്ടിലൊക്കെ ഇറങ്ങി തോർത്തൊക്കെ ഇട്ട് മീൻ പിടിക്കുമായിരുന്നു കേട്ടോ. ഈ വഴികൂടെ പോയാൽ ഞങ്ങളുടെ ഇവിടെ ഈ തോട്ടത്തിൻ്റെ ഉള്ളിൽ ഒരു അമ്പലമുണ്ട്, ഒരു ശിവപാർവതി ക്ഷേത്രമുണ്ട്. അങ്ങോട്ട് എത്താം. ഈ ഒരു ചെടിയെ നമ്മൾ തന്നെ അമൽപ്പൊരി എന്നാണ് കേട്ടോ പറയണേ. ഇതിൻ്റെ പല കളറൊക്കെ ഉണ്ട് കേട്ടോ. ഔഷധ സസ്യമൊക്കെ ആണെന്ന് പറയുന്നു. ബാക്കി ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് വലിയ പരിചയമില്ല കേട്ടോ. ഇതതിൻ്റെ കായാണേ. നല്ല രസമുണ്ട് കേട്ടോ കായൊക്കെ കാണാൻ. പണ്ട് നമ്മൾ ഈ ഭഗവാൻ കതിരൊക്കെ അരിഞ്ഞിട്ട് പൂക്കളത്തിന് ഇടൂലായിരുന്നു. ഓർമ്മ വരുന്നു. ഞാനേ വേറൊരു കാഴ്ച കാണിച്ചു തരാവേ. ഞങ്ങളുടെ ഇവിടെ ഉള്ളൊരു പാലമാണ് കേട്ടോ. ഈശ്വര, വഴി തീർന്നു പോയോ. പണ്ട് ഇതിലേക്ക് ഇറങ്ങി പോകാൻ വഴിയുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം പുതിയ റീപ്ലാന്റ് വെച്ചിട്ട് വഴി എവിടാന്നൊന്നും അറിയില്ല. കർത്താവേ, കാട്ടിനകത്തോടെ തന്നെ എനിക്ക് വെടിയാവുന്നു. ഇതാണ് കേട്ടോ സംഭവം. ഞങ്ങളുടെ ഇവിടുത്തെ പാലമാണേ. കണ്ടോ, തോട്ടിലൊക്കെ വെള്ളമുണ്ട് കേട്ടോ. പണ്ട് അച്ഛൻ ഇവിടെ ഈ മരത്തിൻ്റെ ഈ അടിയിൽ പൊത്തൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ വന്നിട്ടൊക്കെ മീനൊക്കെ പിടിക്കുമായിരുന്നേ. ഇവിടെ എസ്റ്റേറ്റ് റീപ്ലാന്റ് ചെയ്തേക്കുക. ഇതവിടെ ഒരു കുടംപുളി മരമൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ പോയിട്ടോ, നശിച്ചു പോയി. ഇത് കണ്ടോന്നേ, മരത്തിൻ്റെ മേലിൽ കൈത മുളച്ചിരിക്കണേ പൈനാപ്പിളിൻ്റെ തൈ മരത്തടിയാണ് കേട്ടോ. അതിവിടെ ഈ റബ്ബർ റീപ്ലാന്റ് ചെയ്ത് കഴിയുമ്പം അതിലൊക്കെ ഇത് വയ്ക്കും. ഞങ്ങൾ കന്നാര എന്നാട്ടോ പറയാറ്. അത് വയ്ക്കും പൈനാപ്പിൾ. അപ്പോൾ ഇത് അതിൻ്റെ മരത്തടിയാൽ അങ്ങനെ വന്ന പോലും അറിയില്ല. ഈ പാലത്തിന് ഞങ്ങൾ ഇല്ലിപ്പാലം എന്നാട്ടോ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ പഴയ ഇവിടെ ഇല്ലിയും ഈ തെങ്ങൊക്കെ വെട്ടിയിട്ടൊരു പാലമായിരുന്നു, തടിപ്പാലമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ പാലം വന്നപ്പോഴും ഞങ്ങളതിനെ ഇല്ലിപ്പാലം എന്നാട്ടോ പറയുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് കുറേ വർഷമായിട്ടോ പാലത്തെ കയറിയിട്ട്. ഇപ്പം ഞാൻ ഇതുവഴി വന്നപ്പോൾ പാലത്തെ കയറിയതാണ്. ഞാൻ ഇതിലൊന്നും വരാറില്ല, ടൗണിൽ ചെന്നിട്ട് അതുവഴി കേട്ടോ വരാറ്. ഇതാണ് ഞങ്ങളുടെ ഇല്ലിപ്പാലം. വലിയ ആൾ സഞ്ചാരമൊന്നും ഇല്ലയെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ വെള്ളം ഇല്ലാതെ വരുമ്പം ഇവിടെ തോട്ടിൽ കുളിക്കാനൊക്കെ വരും കേട്ടോ. ഇപ്പം വരത്തൊന്നുമില്ല. ഇതും ആ കാണുന്ന കിണറ്റിൽ നിന്നൊക്കെ ഞങ്ങൾ വെള്ളം ചുമന്നുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ പണ്ട്. ഇതാണ് ഞങ്ങളുടെ ഇല്ലിപ്പാലം. ഞാൻ ചെറുപ്പത്തിൽ അങ്കനവാടിയിലൊക്കെ പോകുന്ന ഇത് വഴിയാട്ടോ. അങ്കനവാടിയിൽ പോകണമെങ്കിൽ ഈ വഴി പോകണം, അച്ഛൻ്റെ വീട്ടിലോട്ടൊക്കെ പോകണമെങ്കിൽ ഈ വഴി പോകണം കേട്ടോ. അങ്കനവാടിയിലൊക്കെ പോകുമ്പോൾ ഇവിടെ മറ്റേ ഇല്ലിപ്പാലം എന്ന് പറഞ്ഞ പാലമായിരുന്നു കേട്ടോ. ഇതൊക്കെ നിറയെ മീനൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ വന്ന് ഞങ്ങൾ ചാടാറുണ്ടായിരുന്നു ഇവിടെയൊക്കെ വന്ന്. പക്ഷേ ഈ കടവിലേക്ക് ഞങ്ങൾ അധികം വരില്ല, കാരണം വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അതുകൊണ്ട് ഈ കടവിൽ അങ്ങനെ വീട്ടിൽ അമ്മ അച്ഛനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ കടവിൽ കുളിക്കാൻ വരാറുണ്ടായിരുന്നുള്ളൂ. പിള്ളേർ തന്നെ ഒന്നും ഇവിടെ കുളിക്കാൻ വരില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടെ കുളിക്കാൻ വരുമ്പോൾ ആ പാറ ഉണ്ടോ, ആ പാറ
ആ കല്ലിൽ നിന്ന് എടുത്തിട്ട് വെള്ളത്തിലോട്ട് ചാടും കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒന്നും കുളിക്കാൻ വരില്ല കേട്ടോ. ആ കല്ലേൽ അപ്പുറത്ത് അലക്കണ കല്ലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒഴുകിപ്പോയെന്ന് തോന്നുന്നു. ഇവിടെ ആൾക്കാരൊന്നും ഇല്ല, അപ്പോൾ കൊണ്ട് കുളികടവൊക്കെ പോയി. കല്ല് മാത്രം അവിടെ ഉണ്ട്. ബസ് ഇറങ്ങിയിട്ട് ഇത്തിരി നടക്കാനുണ്ട് വീട്ടിലോട്ടെ. വീട്ടിലൂടെ നടക്കുക. ബാഗുണ്ട്, ബാഗിലൊന്നും ഇല്ല കേട്ടോ. മോള് വലിയ അവധിക്ക് വന്നപ്പം അവളുടെ കുറച്ച് വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്. അതൊക്കെ വായ്പയൊക്കെ എടുത്തുകൊണ്ട് വന്ന്. അയ്യോ, ഞാൻ നടന്നു മടുത്തു, ശരിക്കും മടുത്തു കേട്ടോ. അയ്യ, ഇനി ഒരു കയറ്റം കൂടി കയറാനുണ്ട് കേട്ടോ എൻ്റെ വീട്ടിലോട്ടെ. ഞാൻ സൈക്കിൾ ചവിട്ടാൻ പഠിച്ചത് ഈ വഴി കേട്ടോ. അത് ഓർക്കുമ്പോൾ ഒരു തമാശയുണ്ട്, ഞാൻ പറയാവേ. അതിനൊരു സ്ഥലത്തെത്തണം, ആ സ്ഥലത്ത് എത്തിയാലേ അത് പറഞ്ഞാലൊരു രസമുള്ളൂ. അപ്പം ഞാൻ അത് അവിടെ എത്തുമ്പോൾ പറയാവേ. സൈക്കിൾ ചവിട്ടാൻ പഠിച്ചതും ബൈക്ക് ഓടിക്കാൻ പഠിച്ചതൊക്കെ ഈ വഴി കൂടെയാണ് കേട്ടോ. പക്ഷേ ഇപ്പം ബൈക്ക് ഓടിക്കുന്നത് എങ്ങനെയെന്ന് മറന്നുപോയി കേട്ടോ. ആക്റ്റീവയൊക്കെ ഓടിക്കും, ബൈക്കിൻ്റെ ടെക്നിക്ക് മറന്നുപോയി, കുറേ വർഷമായില്ല. പക്ഷെ അന്ന് സൈക്കിൾ ചവിട്ടാൻ നല്ലോണം പഠിച്ചെങ്കിലും അന്ന് സൈക്കിളൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് സൈക്കിളൊക്കെ എടുത്ത് അമ്മ വീട്ടിലൊക്കെ പോകുമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ സൈക്കിൾ ചവിട്ടാൻ തന്നെ മറന്നുപോയല്ല, സൈക്കിളിനൊരു ബാലൻസ് കിട്ടത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പുലീനെയൊക്കെ കണ്ടെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതാണ് അന്ന് ഞാൻ വലിയ ലാലപാടി പാട്ടൊക്കെ പാടി കളിയും പറഞ്ഞ് പോകുന്നുണ്ട്. സൗണ്ടൊക്കെ എടുത്ത് പോകുന്നുണ്ടെങ്കിൽ പുലി എന്തെങ്കിലും വരില്ല. എന്നെ കൊണ്ടുപോയാൽ പിന്നെ പുലിക്ക് ഒരാഴ്ച സുഖമായിട്ട് തിന്നാനുണ്ട് തന്നെ. ഇതെന്താണെന്ന് വെച്ചാൽ ഈ റബ്ബറൊക്കെ വെട്ടിയിട്ട് വെട്ടുകാർ ടാപ്പിങ്ങുകാർ റബ്ബർ പാലെടുത്തിട്ട് ഇവിടെ കൊണ്ടുവരിക, കന്നാസിലാക്കി ഇവിടെ കൊണ്ടുവരും. എന്നിട്ട് ഇതാ അതുപോലത്തെ ബാരലിലാക്കിയിട്ട് ഇവിടെ നിന്ന് വണ്ടി, നമ്മൾ ആദ്യം വന്ന വഴിയിൽ ഫാക്ടറി കണ്ടില്ലേ, അവിടെ ആ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോവേ. അപ്പോൾ എല്ലാവരും പാലൊക്കെ ആയിട്ട് ഇവിടെ വരും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു സ്റ്റോർ റൂം, ഞങ്ങളിതിന് സ്റ്റോർ എന്നാണ് പറയാറ്. ഈ വഴിയാണ് കേട്ടോ അമ്പലത്തിലോട്ട് പോകുന്ന വഴിയേ. അമ്പലത്തിൽ ചെറുപ്പത്തിൽ അമ്പലത്തിൽ പോയൊരു രസകരമായ കഥയുണ്ട് കേട്ടോ, ഞാൻ പറയാവേ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു ദിവസം അമ്പലത്തിലൊക്കെ പോയി, അന്ന് ദീപാരാധനയുടെ ഒക്കെ സമയത്ത് ഞാനും അടുത്ത വീട്ടിൽ 2-3 പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെറുതാണേ. അപ്പോൾ അന്ന് ഞങ്ങൾ ഇവിടെ അമ്പലത്തിൽ പോയിട്ട് ഈ വഴി വന്നു കഴിഞ്ഞപ്പം ഇവിടെ ഒരു ചേട്ടനുണ്ട് കേട്ടോ. ആൾ ഭയങ്കര കള്ളുടിയനാണ്. അപ്പോൾ ആൾ കള്ളൊക്കെ കുടിച്ചിട്ട് ആളുടെ കയ്യിലെപ്പോഴും പിച്ചാത്തിയൊക്കെയാണ്. ഒരാളൊക്കെ കുത്തിക്കൊന്നിട്ട് ജയിലിലൊക്കെ പോയിട്ട് വന്ന ആളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പേടിയും കൂടെ ഉണ്ട്. അപ്പം നമ്മളെ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വിളിച്ചിട്ട് ഫോൺ വിളിച്ച് പറഞ്ഞു, ആൾ ഇന്ന പോലെ കള്ളു കുടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ഒച്ച എടുക്കും, ഇങ്ങനെ കാറിക്കൊണ്ടൊക്കെ നടക്കും കേട്ടോ. നമുക്ക് കേൾക്കുമ്പോൾ പേടിയാവുമേ. അപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു ഇന്ന പോലെ ആൾ കാറിക്കൊണ്ടൊക്കെ വരുന്നുണ്ട്, സൂക്ഷിച്ചോളാൻ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ വഴി എന്തോ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ വളവിൻ്റെ അപ്പുറം എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ആൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വരിക കാറിക്കൊണ്ട്. ഞങ്ങൾ വലിയ പിള്ളേരെന്നൊക്കെ പറഞ്ഞ് ഞാൻ വലിയ ധൈര്യമൊക്കെ സംഭരിച്ച് മുന്നേ വന്നു കഴിഞ്ഞപ്പോൾ ആൾ കത്തിയൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ട് അതാ വരുന്നു 3-4 എണ്ണം, ഇന്ന് കുത്തി കൊന്നിട്ടുള്ളതെന്നും പറഞ്ഞു വന്നു. ഞങ്ങൾ തിരിഞ്ഞ് ഓടി ഓട്ടം അമ്പലത്തിൽ ചെന്നിട്ടാണ് നിന്നേ. എന്നിട്ട് വീട്ടിലോട്ട് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് വീട്ടിൽ നിന്ന് അച്ഛനിറങ്ങി വന്നിട്ടോ. അച്ഛനിറങ്ങി വന്നു, നീ എന്തിനാണ് ആ പിള്ളേരെ പേടിപ്പിച്ച്, അവർ പേടിച്ചോ ഇല്ല എന്നൊക്കെ ചോദിച്ച് പുള്ളിയോട് സംസാരിച്ചാൽ പറഞ്ഞു. അയ്യോ പിള്ളേരായിരുന്നോ, ഇരുട്ടായതുകൊണ്ട് ഞാൻ കണ്ടില്ലടാ, സോറി എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഒരു കഥയും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ സൈക്കിൾ ചവിട്ടാൻ പഠിച്ച കഥ. ഞാൻ സൈക്കിൾ ചവിട്ടാൻ പഠിച്ചതാ അവിടെ നിന്ന് ഞാൻ സൈക്കിൾ ചവിട്ടി വരുവാണ് കേട്ടോ. ഞാനും ഉണ്ട്, എൻ്റെ അനിയനും ഉണ്ടേ. അപ്പം സൈക്കിൾ അവിടെ എത്തിപ്പോയി അവനിടയ്ക്ക് പിടിവിട്ടിട്ട് അവൻ അവിടെ നിന്ന് അവിടെ നിന്ന് കേട്ടോ. അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സൈക്കിൾ ചവിട്ടി വന്നതാണ്. ഇവിടെ നിന്ന് ഞാനും സൈക്കിളും കൂടി ഈ താഴോട്ട് പോയി. അന്നിവിടെ ഇത്ര വെള്ളമൊന്നുമില്ല കേട്ടോ. അന്നിവിടെ ഈ റബ്ബർ മുറിച്ചിട്ടേക്കുക. അപ്പോൾ അവിടെ ആയിട്ടാണ് എൻ്റെ വീട് വരുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് നോക്കിയാൽ ഇവിടെ നല്ലോണം കാണാം. അമ്മ അവിടെ ഇറയത്തിരിക്കുന്നുണ്ടായിരുന്നു. അമ്മ എന്നിട്ട് ലോക കളിയാക്കലേ, നോക്കണേ ഞാനും സൈക്കിളും കൂടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് പോയി. എങ്ങനെയുണ്ട്, കൊള്ളാം അല്ലേ? പിന്നെ ഇപ്പം ഞങ്ങൾ കുളിക്കാനൊക്കെ ഇവിടെ വരും കേട്ടോ. ഇവിടെ അലക്കാനൊക്കെ വരും.
അലക്കാനും കുളിക്കാനൊക്കെ. ഭയങ്കര തണുപ്പാട്ടോ, ഐസ് വാട്ടർ പോലത്തെ തണുപ്പാണ്. പിന്നെ ഇതാ അവിടെ ഞാൻ കാണുന്ന ഒരു കുളമാണ് കേട്ടോ, അവിടെയും കുളിക്കാൻ വരും. ആ കുളത്തിൽ വെള്ളം, ഇവിടെ വെള്ളം വറ്റുമ്പോൾ ആ കുളത്തിൽ നിന്നാണ് വെള്ളം നമ്മൾ കുളിക്കുന്നത്. അങ്ങോട്ട് പള്ളയാണ് പോകുന്നത്, പോയി നോക്കാം. ഇത് കണ്ടോ, നമ്മുടെ ഇവിടെ റബ്ബർ റീപ്ലാന്റ് ചെയ്തിട്ട് അതിൻ്റെയൊക്കെ പേര് എഴുതി വെച്ചേക്കുന്ന കേട്ടോ. 2011 റീപ്ലാന്റ് ചെയ്തു. RRII 414 എന്നുള്ള മരമാണ് കേട്ടോ ഈ വെച്ചേക്കുന്നത്. നേരത്തെ ഇവിടെ 105 ആയിരുന്നു കേട്ടോ, RRII 105 ആയിരുന്നു ഇവിടെ. ഇപ്പം എല്ലാം 414 ആക്കി. അങ്ങോട്ടേക്ക് 414, ഇങ്ങോട്ടേക്ക് 105 ആണ് കേട്ടോ. അതാണ്ടോ RRII 105 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തോട്ട് ഉള്ളത് 105 ആണ്. എനിക്കിങ്ങനെ മരത്തിനെ പറ്റി വലിയ ധാരണ ഒന്നുമില്ല, മരം കണ്ടാലൊന്നും അറിയില്ല. 105 കണ്ടാൽ അറിയാം കേട്ടോ. ഞാൻ മറ്റേ കുളം കാണിച്ചു തരാം കേട്ടോ. പുല്ലാണ്, ഇപ്പം എന്തിൻ്റെ കടം, പുല്ലിൻ്റെ അപ്പോടെ ഞാൻ പോകണുണ്ടോ. ഈ കുളത്തിൽ നിറയെ വെള്ളം ഉണ്ടല്ലോ, കുളത്തിൽ വെള്ളമുണ്ട് കേട്ടോ. നമ്മൾ ഈ വെള്ളം, ഈ കുളം നമ്മൾ തേകും കേട്ടോ. വീട്ടിൽ നിന്ന് അച്ഛനും അനിയനൊക്കെ വന്നിട്ട് കുളം തേകും. നല്ല തണുപ്പാണ് ഈ വെള്ളത്തിന്, ഐസ് വാട്ടർ പോലെ തണുപ്പുള്ള വെള്ളമാണ് കേട്ടോ. അതാണ്ടോ നമ്മുടെ അലക്കല്ലാണ് കേട്ടോ അത്. ഞങ്ങൾ അലക്കാൻ വന്നത് ഇവിടെയാണ്, വെള്ളത്തിൽ വന്നിട്ട് അലക്കും. ഈ വഴി നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് നമ്മൾ ടൗണിലോട്ട് പോകണ വഴി, അതിലേ ചെന്നിട്ട് മേലോട്ടൊരു വഴിയുണ്ട്, അതിനും വീട്ടിൽ പോകാം കേട്ടോ. ഇതിലാണ് വീട്ടിലോട്ട് പോകുന്ന വഴി. ഞാൻ മടുത്തു, എന്നെക്കൊണ്ട് ഇങ്ങനെ നടക്കാൻ വയ്യേ. പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ നല്ല മെല്ലിഞ്ഞിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വഴിയൊക്കെ ഞാൻ ഓടിപ്പോയിട്ടുണ്ട്. നിങ്ങളിവിടേക്കാണോ വിറക് വറക്കാനൊക്കെ ആയിട്ട് വന്നത് കേട്ടോ. വിറക് വറക്കാനൊക്കെ ഇവിടെ വരുവേ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ റബ്ബർ റീപ്ലാന്റ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ഇടയിൽ കന്നാര വയ്ക്കും, പൈനാപ്പിൾ. ഞങ്ങൾ കന്നാര എന്നൊക്കെ പറയാറ്. അതിപ്പോഴും നിൽക്കുന്നുണ്ട് കേട്ടോ കന്നാര. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് കേട്ടോ ഇവിടെ റീപ്ലാന്റ് നടന്നതെന്ന് തോന്നുന്നു. അന്നത്തെ കന്നാരയുടെ മുളച്ച് നിൽക്കുന്നതാണ് കേട്ടോ. ഇതിലിപ്പോഴും പൈനാപ്പിളൊക്കെ ഉണ്ടാവുമേ. ഞങ്ങളന്നേരം പറിച്ചുകൊണ്ടൊക്കെ പോവും. ഞാൻ കേട്ടോ വീട്ടിലോട്ട് പോകുന്ന വഴി ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അവിടെ തൊട്ട് റബ്ബർ തോട്ടമാണ്. ഈ റബ്ബർ തോട്ടത്തിൻ്റെ അങ്ങേ അറ്റത്താണ് എൻ്റെ അമ്മയുടെ വീട്. ബസ്സിന് പോയാൽ 2 ബസ് കയറണം കേട്ടോ. അത്രയും ഉള്ള ഒരു റബ്ബർ എസ്റ്റേറ്റാണിത്, മലങ്കര റബ്ബർ എസ്റ്റേറ്റ്. ഇത് കണ്ടോ, എൻ്റെ അനിയൻ്റെ ബൈക്കാണേ. ഇവിടെയാണ് കേട്ടോ ഞങ്ങൾ ബൈക്ക് വെക്കുന്നത് കേട്ടോ. നമുക്ക് വീട് പണിക്കുള്ള സാധനങ്ങൾ കൊണ്ടുവന്നാൽ കേട്ടോ ഈ മൂടി വെച്ചേക്കുന്നത്. മടുത്ത്. എന്താണ് എൻ്റെ അനിയൻ്റെ ബൈക്ക് കേട്ടോ. പൊന്നുകളെ നോക്കണ സാധനം കണ്ട. അവൻ ആശിച്ച് മോഹിച്ച് മേടിച്ച ബൈക്കാണ്. ബൈക്ക് അവിടെ വെച്ചിട്ട് ഇതുവഴി നടന്ന് കയറി പോവേ. പിന്നെ നമ്മുടെ വീട്ടിലോട്ട് വീട് പണിക്ക് സാധനം കൊണ്ടുവരുമ്പം അവിടെ ഇറക്കിയിട്ട് അങ്ങോട്ട് ചുമന്ന് കയറ്റണം കേട്ടോ. ഫുള്ള് കാടായി തോട്ടത്തിൽ. ഞാൻ മടുത്ത് കഴിഞ്ഞപ്പം വീട്ടിലോട്ട് വിളിച്ചിട്ട് മോളോട് വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് അവൾ കണ്ടോ വെള്ളമൊക്കെ എടുത്തിട്ട് വന്ന് നിൽക്കുവാണേ. എന്നാ വെള്ളമൊക്കെ ആയിട്ട് വന്ന് നിൽക്കും എൻ്റെ പുത്രി. താങ്ക് യു, വെൽക്കം. ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ നാളായാലും കണ്ടിട്ട്. അപ്പം ഞാൻ മടുത്തു, വെള്ളം കുടിക്കട്ടെ കേട്ടോ, ഇല്ലെങ്കിൽ ഇനി വീട്ടിലോട്ട് എത്തൂല. മടുത്തുപോയി. വീട്ടിൽ വെള്ളം ഇല്ലായിരുന്നു തോന്നുന്നു. ഇവിടെ ഇച്ചിരി വെള്ളം കൊണ്ടുവന്നുള്ളൂ. ഗായ്സ് ഇത്ര ഉണ്ടായിരുന്ന കുപ്പിയാ ഗായ്സ്, അമ്മ ഇപ്പം കുടിച്ചോ. ഞങ്ങളെവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ ഇതുപോലെ കുപ്പിയിൽ വെള്ളമാക്കി ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് പോകും കേട്ടോ. കാരണം മേലോട്ട് എത്തണമെങ്കിൽ വെള്ളം അടിക്കണമെന്നല്ല, വെള്ളം കുടിക്കണം. കൂട്ടുകാരെ, ഈ കാണുന്നതാണ് കേട്ടോ
നമ്മുടെ കുടയത്തൂർ മല എൻ്റെ ഇലവീഴ പൂഞ്ചിറ പറയാട്ടോ. ഇലവീഴ പൂഞ്ചിറയുടെ ഒരു വിദൂര ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എൻ്റെ വീട്ടിൽ നിന്നാലും കാണാം, ഞങ്ങളുടെ അമ്മ വീട്ടിൽ പോയി അവിടെ പോയി നിന്നാലും കാണാം കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ഈ ഇലവീഴ പൂഞ്ചിറ കാണാം കേട്ടോ. ഇലവീഴ പൂഞ്ചിറ അതിൻ്റെ അവിടെ കേട്ടോ. അമ്മ നോക്കിയമ്മ ഗൈസ് ദാ മടുത്തു മക്കളെ, മടുത്തു. ഗൈസ് എവിടെയായിട്ടൊരു വീട് കാണുന്നില്ലേ, അതാണ് ഞങ്ങളുടെ ഒരു വീട്. നമുക്ക് ആ വീട്ടിലേക്കൊന്ന് പോയി നോക്കാം. ഗൈസ് ഇതൊക്കെ പോകുന്ന വഴിക്കുള്ള പൂക്കളാണ് കേട്ടോ. പണ്ട് ഞങ്ങൾ അത്തപ്പൂ ഇടാൻ ഈ പൂ വരെ എടുത്തിട്ടുണ്ട് കേട്ടോ. കൂട്ടുകാരെ, ഇത് നമ്മുടെ മെയിൻ റോഡിലുള്ള 5 സ്റ്റാർ ഹോട്ടലാണ് അലൻഡ റെസിഡൻസി. അത് നമ്മുടെ മലങ്കര ഡാമിനടുത്താണ് കേട്ടോ. ഇവിടെ നിന്ന് ഒത്തിരി ദൂരെയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, അത് കാണുന്നതാണ്. ആണ് നമ്മുടെ അലൻഡ റെസിഡൻസിയാണ് കാണുന്നത് കേട്ടോ. പിന്നെ കൂട്ടുകാരെ, ഇതോ താഴെ കാണുന്ന കെട്ടിടങ്ങളൊക്കെയാണ് കേട്ടോ, ജയിലൊക്കെയാണേ. അത് ആ വെളുത്ത കെട്ടിടത്തിൻ്റെ ബാക്കിൽ കാണുന്ന ഇത് ഇവിടുത്തെ കാണുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് കേട്ടോ. ശന്താൽ ജ്യോതി പബ്ലിക് സ്കൂൾ. ഇത് ജയിലിലെ സ്റ്റാഫുകൾ താമസിക്കുന്നവരുടെ ഫ്ലാറ്റാണ് കേട്ടോ. പിന്നെ ഈ താഴെ കാണുന്നതാണ് കേട്ടോ ജയിലെ, ജില്ലാ ജയിൽ ആണ്. ജില്ലാ ജയിൽ ഇടുക്കി ആണ് കേട്ടോ കാണുന്നത്. കൂടാതെ അതിലെ ഫുള്ളൊന്നും ജയിലല്ല, ബാക്കി കുറച്ചെല്ലാം എന്താ ഇപ്പോൾ പറയുക, ഫാക്ടറികൾ, കമ്പനികൾ, അങ്ങനെയുള്ള ഒരു യൂണിപാക്കിൻ്റെ കമ്പനി, അങ്ങനെയുള്ള കമ്പനികളൊക്കെയുള്ള ഒരു വ്യാവസായിക സ്ഥലമാണ് എൻ്റെ നാട്. ഇത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ സൂം ചെയ്തെടുക്കുന്ന ഇതാണ് കേട്ടോ. എന്നിട്ട് ആ പോക്കോയിലിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് കേട്ടോ ജയിലെ. കള്ളന്മാരും കൊള്ളക്കാരൊക്കെ ഉണ്ട് അവിടെ. നല്ല വിദൂര ദൃശ്യങ്ങൾ ഞാൻ പറഞ്ഞു. അവളെന്നെ പുറകിൽ നിന്ന് തള്ളുവാണ്, അവളെന്നെ കൊണ്ട് തള്ളിക്കുന്നു എന്നെ. ഗായ്സ്, അമ്മ കാണിച്ചേക്കാട്ടി നല്ല വൈബുള്ള ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചു തരാം ഗായ്സ്. നല്ല ദൃശ്യങ്ങൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇപ്പം പണിതുകൊണ്ടിരിക്കുന്ന വീട്. പണി കഴിഞ്ഞില്ല കേട്ടോ, അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ വാതിലൊക്കെ ഫിറ്റ് ചെയ്തട്ടോ. പണി പൂർത്തിയായിട്ടില്ലേ, പകുതി പണിയായിട്ടുള്ളൂ കേട്ടോ. പകുതി പണിയായപ്പോഴാണ് കേട്ടോ അച്ഛൻ്റെ കാലൊടിഞ്ഞത്. പിന്നെ പണി നിന്നുപോയി. വീടിന് വാതിലൊക്കെ പിടിപ്പിച്ചു. കാരണം ഇങ്ങനെ ഇരുന്നാണ് ഗൈസ്. ഇത് പൂട്ടിയിട്ടേക്കോണോ തോക്കോലോടെ. ഞാൻ ഇന്നാൾ വന്നിട്ട് പോയപ്പോൾ വാതിലൊന്നും പിടിപ്പിച്ചില്ലായിരുന്നു ഇവർ. നല്ല വാതില, എനിക്കിഷ്ടപ്പെട്ടു. ആ ലൈറ്റൊക്കെ പിടിപ്പിച്ചു. തെളിയോടി? തെളിയൊന്നുമില്ല, മറ്റേ ആൾക്കാർ തന്നെ കാണാൻ മാത്രമായിട്ട്. ഇത് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് ചാവിയാണ്. ഇതേ കുറേ വർഷം പഴക്കമുള്ള ഒരു ആത്തമരമാണ്. ഇതിൽ വലിയ ആത്തക്കായൊന്നും ഉണ്ടാകുന്നില്ല. ആ അതെ, മുരിങ്ങയൊക്കെ നല്ല സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. മുരിങ്ങ ഇത് പിന്നെ എൻ്റെ സീറ്റാണ് ഗൈസ്. ഇത് ഞങ്ങളും പണ്ട് ഇതുപോലെ മരത്തിലൊക്കെ കയറുമായിരുന്നേ. ഇപ്പം എന്നെ കൊണ്ട് മരത്തെ കയറാൻ പോയിട്ട് നേരെ വന്ന് നടക്കാൻ കൂടി പറ്റില്ല. ഇവള് കളിക്കുന്ന വണ്ടി ഏതാണ്ടാണ്. ഇത് ഈ അടിയായിട്ട് പിടിപ്പിച്ചാണ്. ഒരു 2 ദിവസം ആയതേ ഉള്ളൂ ഇത് പിടിപ്പിച്ചിട്ട്. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു വ്യൂ ആണ്. റബ്ബർ എസ്റ്റേറ്റാണ് കേട്ടോ, നമ്മുടെ മലങ്കര എസ്റ്റേറ്റാണ് ഈ കാണുന്നതൊക്കെ. റബ്ബർ തോട്ടങ്ങളാണ് കേട്ടോ കാണുന്നത് മൊത്തം. ഈ കാണുന്ന ആ മുട്ടക്കുന്ന് പോലത്തെ കാണുന്നുണ്ടോ പാറയൊക്കെയുള്ള, അന്ന് നമ്മൾ ആ വെള്ളച്ചാട്ടം പിടിച്ചില്ലേ, ആ വെള്ളച്ചാട്ടം പിടിച്ചതിൻ്റെ അടുത്തുള്ള കുന്നാണ് കേട്ടോ അത്. അവിടെ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലെത്തി. രാവിലെ എഴുന്നേൽക്കുമ്പം നല്ല മലനിരകളും ഒക്കെ കാണാം. മഞ്ഞുകാലമാണെങ്കിൽ ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞായിട്ട് കാണാം കേട്ടോ. അതാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ രാവിലെ എഴുന്നേറ്റ് വന്നാൽ ഫ്രണ്ട് വ്യൂ ഇതാണ് കേട്ടോ. പക്ഷെ ഇത് രാവിലെ ഉള്ള കേട്ടോ ഗൈസ്, ഇത് വൈകുന്നേരം കേട്ടോ. ഇപ്പോൾ വൈകുന്നേരം ആവാറായി. ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് 10:30 ആയപ്പോൾ പോകുന്നതാണ്. ഇവിടെ എത്തിയപ്പോൾ നേരം എത്ര ആയി കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. കൊള്ളാം അല്ലേ? മുമ്പൊന്നും ഈ വെള്ളപ്പൂ കൂടി ഇല്ലായിരുന്നു കേട്ടോ. ഈ വെള്ളപ്പൂവൊക്കെ ഇപ്പോഴെങ്ങാണ്ട് കൊണ്ടുവച്ചതാണ്.
അടുത്തുണ്ടായിരുന്നു, പക്ഷെ വിരിയാത്താണ്. അനക്കല്ലേ ഗന്ധരാജ് ഗന്ധരാജനാണേ. ഇവരിതെല്ലാം വെട്ടിപ്പറിച്ച് കളഞ്ഞു. ഞാൻ ഇന്നാൾ വന്നിട്ട് പോയപ്പോൾ ഇവിടെ ചെടിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നാളെന്ന് പറഞ്ഞാൽ ഞാൻ വന്നിട്ട് പോയത് ജൂൺ മാസത്തിലാണ് കേട്ടോ. ജൂണിലല്ലല്ലോ, മെയ്യിലാണേ. പിന്നെ വന്നത് ഇപ്പോഴാട്ടോ. എൻ്റെ ഇന്നാളെന്നുള്ള വർത്തമാനം കേട്ടിട്ട് നിങ്ങൾ കഴിഞ്ഞ ദിവസം വന്നതെന്ന് വിചാരിക്കില്ല കേട്ടോ. ഇവർ ചെടികളൊക്കെ വെട്ടിപ്പറിച്ച് കളഞ്ഞു. ഇതാ നമ്മൾ കയറി മല കയറി എത്തിയതാണ്. ഗൈസ്, ഇതായിരുന്നു എൻ്റെ ഊഞ്ഞാൽ മരം. ഇങ്ങനെ പോയേക്കണ ആ എഗരത്തേലായിരുന്നു ഞാൻ ഊഞ്ഞാൽ കെട്ടുക. അതിങ്ങനെ താഴത്തേക്ക് വീണു. നീയാണോ വീണ ഊഞ്ഞാലാണോ വീണ? ഊഞ്ഞാലല്ല, ആ എഗരം ഒരു കാറ്റത്ത് വീണാന്ന് ഗൈസ്. ആ എഗരം ഇതാ കാണുന്നതൊക്കെ മലകളാണ് കേട്ടോ. അത് അതിൽ പകുതി മല പകുതി കാർമേഘം. ഇതെല്ലാം മല. ഇവിടെയൊക്കെ ഞാൻ നിറച്ച് ചെടി നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാം വെട്ടിക്കളഞ്ഞു. ഇനി ദോ നിൽക്കുന്ന മരം കണ്ടോ, ആ മരം അതെനിക്ക് പണ്ട് സ്കൂളിൽ നിന്ന് കിട്ടിയ നമ്മുടെ എൻ്റെ മരം പദ്ധതിയിൽ കിട്ടിയ മരമാണ് കേട്ടോ. ആ മരം വളർന്ന് വലുതായി ഇത്രവായി. അതിൻ്റെ കൂടെ എനിക്കൊരു നെല്ലി കിട്ടി. ആ നെല്ലിയാണ് ആ ഉണങ്ങി നിൽക്കുന്നത്. 2 കോല് മാത്രം ഉണ്ട് കേട്ടോ അടിയിൽ. പക്ഷേ ഗൈസ് അടിയിലുണ്ട്. പക്ഷെ ആ നെല്ലി വലുതായിരുന്നു. പക്ഷെ അതിൽ ഒരു നെല്ലിക്ക പോലും ഉണ്ടായി കണ്ടില്ല. പക്ഷേ ഈ മരം നല്ല പടർന്ന് പന്തലിച്ച് നല്ല സെറ്റപ്പായിട്ട് നല്ല കിടിലിനായിട്ട് വളർന്നു കേട്ടോ. പക്ഷെ കാര്യമില്ല, കുറേ നാൾ കഴിയുമ്പോൾ വെട്ടിക്കളയും. കാരണം നമ്മുടെ വീടിൻ്റെ മേലോട്ടാണ് അത് ചാഞ്ഞ് നിൽക്കുന്നത്. ഇത് നമ്മുടെ വാതംകൊല്ലി എന്ന് പറഞ്ഞ സാധനം കേട്ടോ. വാതംകൊല്ലി ഔഷധ സസ്യമാണ് കേട്ടോ. ഇവിടെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ ചീരയുടെ പേരെന്തോ നീലലോഹിത ചീര അതും ഉണ്ട് കേട്ടോ. ഇതാ വാതംകൊല്ലി ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ടേ. വാതംകൊല്ലിയാണ് വാതംകൊല്ലി. ദേ എൻ്റെ വീട്ടിലോട്ട് കയറുന്നുണ്ടോ. നമ്മുടെ പണ്ടത്തെ കുത്തുകല്ലൊക്കെ ഉള്ള വീടാണ്. ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. എന്തത് കണ്ടോ, നിലവിളിക്കണം എന്തിനാ? വന്നില്ലേ? ആ ഉവ്വ കയറിപ്പോ. ഇവൻ്റെ പേര് കുഞ്ഞു എന്നാണേ. ഞങ്ങളുടെ അച്ഛൻ ഇറങ്ങിത്തിറങ്ങി മുറ്റത്തിറങ്ങി ഇരിക്കുവാണ് കേട്ടോ. കസേരയ്ക്ക് ഇട്ട് ഇരിക്കുവാണേ. കാറ്റ് കൊള്ളാതിരിക്കുന്ന ഇനി ഇവന് കുറേ പ്രായമായിട്ടോ. 10 വയസ്സ് മേളിലായിട്ടുണ്ടേ. അപ്പം വയ്യായികയൊക്കെ ഉണ്ടേ. എന്നതാ എൻ്റെ അനിയനാണേ. അവൻ കിടന്നുറങ്ങുമായിരുന്നു കേട്ടോ ഞാൻ വന്നപ്പോൾ. ഇല്ലവനങ്ങ് എഴുന്നേറ്റെ. അവൻ്റെ കൂടെ പൂച്ചയൊക്കെ കയറി കിടക്കുന്നുണ്ട് കേട്ടോ. പൂച്ചയുടെ പേര് അപ്പൂസ് എന്നാണ്. അപ്പൂസും കുഞ്ഞി 2 ഉറങ്ങുവാണ്. ഇതെന്റെ പ്രിയപ്പെട്ട മാമൻ. അവനവിടെ കിടക്കുമായിരുന്നു കേട്ടോ ഞാൻ വന്നപ്പോൾ. പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കണേ പൂച്ചക്കുട്ടിയെ. ഇതാണ് ഞങ്ങളുടെ അമ്മ. എൻ്റെ അമ്മയാണ് കേട്ടോ നമ്മുടെ പോരാളി. എന്നപ്പോഴത്തേന് പിന്നെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അമ്മ ചോറൊക്കെ എടുത്തുകൊണ്ട് തന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചോറൊക്കെ കൊണ്ടു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. ചോറ് കൊണ്ട് കഴിഞ്ഞിട്ട് ചിപ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്താണ്ട ഞാൻ ചിപ്സ് തിന്നപ്പം പൂച്ച വന്ന് ചിപ്സും കൂടെ പിടിച്ച് മേടിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബായ്. എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ. ഇത് ഞാൻ പണ്ട് കുപ്പിയിൽ എന്നോ വരച്ചൊരു പടമാണ്. അതപ്പോൾ പൊന്നു പൊക്കിയെടുത്തുകൊണ്ട് വന്നതാണേ. എങ്ങനെയുണ്ട്? അപ്പോൾ ടാറ്റാ ബൈ ബൈ.